നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ ലൈനപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ നറുക്കെടുപ്പ് ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപിടി മികച്ച മത്സരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചില മത്സരങ്ങൾ ഏകപക്ഷീയമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചില മത്സരങ്ങൾ കടുത്ത മത്സരങ്ങളാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. FC ബാഴ്സലോണ വേഴ്സസ് നാപ്പോളി മത്സരം, അതുപോലെ തന്നെ PSG വേഴ്സസ് റയൽ സോസിഡാഡ് മത്സരം, ഇന്റർ മിലാൻ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം, ഈ ഒരു മത്സരങ്ങളൊക്കെ തന്നെയും ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മത്സരങ്ങളാണ്. കടുത്ത പോരാട്ടങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഈ ഒരു പ്രീ ക്വാർട്ടർ ലൈനപ്പ് പൂർത്തിയായതിന് പിന്നാലെ ഇപ്പോൾ അതിന്റെ ഒരു ഏറ്റവും പുതിയ പവർ റാങ്കിങ് goal.com പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആർക്കാണ് ഏറ്റവും കൂടുതൽ കിരീട സാധ്യത എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. 16ാം സ്ഥാനത്ത് വരുന്നത് ലാസിയോയാണ്. അവരുടെ മുൻ സ്ഥാനത്ത് നിന്നും വ്യത്യാസങ്ങൾ ഒന്നുമില്ല. 15ാം സ്ഥാനത്ത് FC കോപ്പൻഹാഗൻ വരുന്നു. അതുപോലെ തന്നെ 14ാം സ്ഥാനത്ത് പോർട്ടോയാണ് വരുന്നത്. 13ാം സ്ഥാനത്ത് RB ലീപ്സിഗ് വരുന്നു. റയലിനെയാണ് ലീപ്സിഗിന് നേരിടേണ്ടി വരുന്നത്. അതുപോലെ തന്നെ 12ാം സ്ഥാനത്ത് PSV ആണ് വരുന്നത്. 11ാം സ്ഥാനത്താണ് നാപ്പോളി വരുന്നത്. അതുപോലെ തന്നെ 10ാം സ്ഥാനത്ത് ബാഴ്സലോണ. അതായത് ഈ രണ്ട് ക്ലബ്ബുകളും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഏകദേശം ഒരേ നിലവാരത്തിലുള്ള ക്ലബ്ബുകളാണ് നിലവിലെ അവസ്ഥയിൽ വെച്ച് അങ്ങനെ പറയേണ്ടി വരും. അതുപോലെ തന്നെ 9ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് വരുന്നു. 8ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ ആണ് വരുന്നത്. ഇനി 7ാം സ്ഥാനത്ത് വരുന്നത് PSG ആണ്. PSG സംബന്ധിച്ചിടത്തോളം ഒരല്പം സുഖകരമാവും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും റയൽ സോസിഡാഡ് അവർക്ക് വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട് എന്നുള്ള നിരീക്ഷണങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ 6ാം സ്ഥാനത്ത് റയൽ സോസിഡാഡ് വരുന്നു. 5ാം സ്ഥാനത്ത് ആഴ്സണൽ ആണ് വരുന്നത്. 4ാം സ്ഥാനത്ത് ബൊറൂസിയ ഡോർട്ട്മുണ്ട് വരുന്നു. 3ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് വരുന്നത്. ഇപ്പോൾ റയലിന് ഒരല്പം സാധ്യതകൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരല്പം ബുദ്ധിമുട്ട് ലീപ്സിഗ് ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത് ബയേൺ മ്യൂണിക്കും 1ാമത് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുമാണ്. ഈ രണ്ട് ക്ലബ്ബുകൾക്കും പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ സുഖകരമാകും എന്നാണ്, അതല്ലെങ്കിൽ ഏകപക്ഷീയമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും കടുത്ത പോരാട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ആർക്കായിരിക്കും ഇത്തവണ ഒരു കിരീട സാധ്യത, അല്ലെങ്കിൽ ആരൊക്കെയാണ് ക്വാർട്ടറിലേക്ക് മുന്നേറുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.